ഹായ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇതിൻ്റെ ടെറസ് ഗാർഡൻ ആണ്. ഇന്നൊരു വിളവെടുപ്പ് വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. പാവയ്ക്കയുടെ വിളവെടുപ്പാണ് ഈ കാണുന്നത്. അത്യാവശ്യം കുറച്ച് പാവയ്ക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പല പ്രായത്തിലുള്ള ചെടികളാണ് ഞാൻ നട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദിവസവും വിളവെടുക്കാനായിട്ട് സാധിക്കും. കുട്ടികളൊക്കെ ഈ പാവയ്ക്കായിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ അമ്മയ്ക്കാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാവയ്ക്കയെല്ലാം തന്നെ നട്ട് വളർത്തിയിരിക്കുന്നത്. ഒത്തിരി വലിപ്പം വയ്ക്കുന്ന പാവയ്ക്കൊന്നുമല്ല, ഇത് കുറച്ച് ചെറിയ സൈസാണ്. വെള്ള കളറിലെ പാവയ്ക്കയാണ് കൂടുതലും. പാവയ്ക്ക കൃഷി വളരെ എളുപ്പമുള്ളതാണ്. ഞാൻ ഗ്രോ ബാഗിലാണ് ടെറസിൽ ഈ പാവയ്ക്ക കൃഷി ചെയ്തിരിക്കുന്നത്. കടലപ്പിണ്ണാക്കും ചാണകപ്പൊടിയുമാണ് ഞാൻ ഇതിൻ്റെ മൂട്ടിൽ വളമായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പാവയ്ക്ക ചെടികളെല്ലാം തന്നെ പൂത്ത് അതെല്ലാം കായായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് വളരെയധികം സന്തോഷമാണ്. വ്യത്യസ്ത തരത്തിലുള്ള പച്ചക്കറി ചെടികളെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ ഗാർഡൻ നിറയുമ്പോഴാണ് അത് കൂടുതൽ ഭംഗിയുള്ളതാകുന്നത്. പാവയ്ക്ക ചെടിയെ പ്രധാനമായും ബാധിക്കുന്ന ഒരു കീടം എന്ന് പറയുന്ന ആമവണ്ടാണ്. അത് നമ്മുടെ ചെടിയിൽ ഉണ്ടായാൽ നമുക്കതിനെ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് വിവേറെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിലുള്ള ഒരു ഫലമാണ് കിട്ടുന്നത്. നല്ലതുപോലെ വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് പാവയ്ക്ക്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെയിലുള്ള സ്ഥലത്ത് നമുക്ക് ഗ്രോ ബാഗിലോ ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ ഒക്കെ തന്നെ നമുക്ക് പാവയ്ക്ക ചെടി വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഒരു ചെറിയ പന്തൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ഒരു ചെറിയൊരു പരിചരണം കൂടി മാത്രം മതി നമുക്ക് നല്ല വിളവ് ലഭിക്കാൻ. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പാവയ്ക്കെല്ലാം തന്നെ വിളവെടുത്തിട്ടുണ്ട്. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വിളവ് തരുന്ന ഒരു പച്ചക്കറി എന്ന് പറയുന്നത് പയറാണ്. എനിക്ക് പയർ ചെടികളും ഞാൻ പല പ്രായത്തിലുള്ള ചെടികളാണ് നട്ടിരിക്കുന്നത്. ഒന്ന് പൂത്ത് തുടങ്ങുമ്പോൾ ഞാൻ അടുത്ത ചെടി നടാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്രയും കാലം നമുക്ക് പയർ അതിൽ നിന്ന് പറിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ പയർ ചെടിയിൽ നമുക്ക് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് പയറിനെ എല്ലാം തന്നെ കായ്ച്ചു തുടങ്ങിയാൽ പറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വീട്ടിലെ വിഷരഹിതമായ പച്ചക്കറിയായ പയർ ഉപയോഗിച്ച് നമുക്ക് നല്ല രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ സ്വാദും ഒന്ന് വേറെ തന്നെയാണ്. പച്ചക്കറി ചെടി നടുമ്പോൾ അതിൻ്റെ കൂടെ ഉള്ളതാണ് ഈ കീടശല്യമെല്ലാം തന്നെ. കൂടുതലായിട്ടും പയർ ചെടി കണ്ടുവരുന്നത് മുഞ്ഞയാണ്. ഒരു കറുത്ത തരത്തിലുള്ള പ്രാണിയാണിത്. അത് നമ്മുടെ ചെടികളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു ചെറിയൊരു കോട്ടൺ പീസ് വെച്ചിട്ട് അതിനെ നമുക്ക് നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് വേപ്പെണ്ണ വെള്ളത്തിൽ മിശ്രിതമോ വിവേറയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിലായിട്ട് നമുക്ക് കീടത്തിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നതാണ്. മഴക്കാലത്ത് ഇതിൻ്റെ വളപ്രയോഗം ചെയ്തിരിക്കുന്ന കടലപ്പിണ്ണാക്ക് മണ്ണിലിട്ട് കൊടുത്തതിന് ശേഷം ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ മീതെ കുറച്ച് മണ്ണും കൂടിയാണ് ഞാൻ ഈ പയർ ചെടിക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല മികച്ച രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. ഇതെൻ്റെ ടെറസ് ഗാർഡനിലെ കോവയ്ക്ക ചെടിയാണ്. ചെറിയ ടൈപ്പ് കോവയ്ക്കയാണിത്. നല്ല രീതിയിൽ തന്നെ വിളവ് തരുന്ന ഒരു കോവയ്ക്ക ചെടിയാണിത്. കോവൽ ചെടിയുടെ ഒരു കമ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ ചാക്കിലോ ഗ്രോ ബാഗിലോ ഒക്കെ തന്നെ അത് നട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ നമുക്ക് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം അതിൽ ചാണകപ്പൊടിയോ ആട്ടിൻ വളമോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ ഒക്കെ തന്നെ ചേർത്തതിന് ശേഷം നമുക്ക് ഈ ചെടിയെ നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നട്ടൊരു 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതൊന്ന് കായ് പിടിച്ച് തുടങ്ങിയാൽ നമുക്ക് ദിവസവും അതിൽ നിന്ന് കോവയ്ക്ക പറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. കോവയ്ക്ക വെച്ച് ധാരാളം രുചികരമായ വിഭവങ്ങളൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കോവയ്ക്ക, പാവയ്ക്ക, പയർ, ഇതാണ് ഇന്നത്തെ വിളവെടുപ്പ്. കൃഷിയെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അമ്മ പയർ വെച്ചൊരു പയർ തോരനും പിന്നെ പാവയ്ക്ക വെച്ചൊരു മെഴുക്കുരുട്ടി ഉണ്ടാക്കി തന്നു. Thank you.